ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള 5 ജില്ലകളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1. കോട്ടയം. ഇന്ത്യയിലെ തെക്കേ അറ്റത്തെ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ജില്ലയാണ് കോട്ടയം. റവ ബോർഡിന്റെ ആസ്ഥാനവും കോട്ടയത്താണ്. അച്ചടി മാധ്യമത്തിന് കോട്ടയം നൽകുന്ന സംഭാവനകൾ മൂലം കോട്ടയത്തെ അക്ഷര നഗരി എന്നും വിളിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയമാണ്. തെക്കേ ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കോട്ടയത്തെ പഴയ സെമിനാരിയിൽ നിന്നും 1813 ആരംഭിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ അച്ചടിശാലയും 1821 കോട്ടയത്ത് ശ്രീ ബെഞ്ചമിൻ ബെയ്ലി സ്ഥാപിച്ചതാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ കോളേജും കോട്ടയത്ത് ആരംഭിച്ചു. 2. പത്തനംതിട്ട. സഹ്യപർവ്വതത്തിന്റെ മടിത്തട്ടിലെ ഒരു മലയോര നഗരമാണ് പത്തനംതിട്ട. ഇതിന്റെ അർത്ഥം നദീതീരത്തുള്ള ഭവനങ്ങളുടെ നിര എന്നാണ്. പുരാതന കാലം മുതൽ തന്നെ ഒരു വാണിജ്യ കേന്ദ്രം എന്ന പ്രശസ്തി പത്തനംതിട്ടയ്ക്കുണ്ടായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭിക്കുന്നതും ആദ്യ പോളിയോ വിമുക്തമായ ജില്ലയും ഇതാണ്. കൂടാതെ ആദ്യമായി ഷുഗർ ഫാക്ടറി വന്ന ജില്ല, ജനസംഖ്യാ വർധന നിരക്ക് കുറവുള്ള ജില്ല എന്നീ പ്രത്യേകതകളും പത്തനംതിട്ടയ്ക്കുണ്ട്. ജില്ലയുടെ ഏതാണ്ട് പകുതിയോളം വനപ്രദേശങ്ങളാണ്. പോരാതെ പത്തനംതിട്ട ജില്ലയ്ക്ക് കടലുമായി യാതൊരു ബന്ധവുമില്ല. 3. ആലപ്പുഴ. വിശാലമായ അറബിക്കടലിന്റെയും അതിലേക്ക് ഒഴുകുന്ന നദീ ശൃംഖലയുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന നാഴികക്കല്ലാണ് ആലപ്പുഴ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശാബ്ദത്തിൽ ഇന്ത്യ സാമ്രാജ്യത്തിന്റെ വൈസ്രോയി ആയിരുന്ന കൾസൺ പ്രഭു ആലപ്പുഴ സന്ദർശിച്ച വേളയിൽ ആലപ്പുഴയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അത്യാഹ്ലാദത്തോടെ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു, ഇവിടെ പ്രകൃതി തന്റെ അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിരിക്കുന്നു. ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെട്ടു. ധർമ്മരാജയുടെ ഭരണകാലത്താണ് ജില്ലയ്ക്ക് എല്ലാ വിധത്തിലുള്ള പുരോഗതി കൈവരുന്നത്. ആദ്യ പോസ്റ്റ് ഓഫീസ്, ആദ്യ ടെലിഗ്രാം ഓഫീസ് എന്നിവ ആലപ്പുഴയുടെ നേട്ടങ്ങളിൽ പെടുന്നു. 4. എറണാകുളം. പള്ളികൾ, ഹിന്ദു ക്ഷേത്രങ്ങൾ, സിനഗോഗുകൾ, മുസ്ലിം പള്ളികൾ എന്നിവയ്ക്ക് പേരുകേട്ട കൊച്ചി കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നു. 2012 100% ബാങ്കിംഗ് അല്ലെങ്കിൽ അർത്ഥവത്തായ സാമ്പത്തിക ഉൾപ്പെടുത്തലുള്ള ആദ്യത്തെ ജില്ലയായി എറണാകുളം മാറി. 1990ഓടെ 100% സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ഇവിടം. വാസ്തവത്തിൽ 20 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള രാജ്യത്തെ ഏതൊരു നഗരത്തിലും ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് കൊച്ചിയിലാണ്. എറണാകുളത്ത് 3 പ്രമുഖ സർവകലാശാലകളുമുണ്ട്. 5. കണ്ണൂർ. കണ്ണൂർ മുമ്പ് ഇംഗ്ലീഷിൽ കാനനൂർ എന്നും അറബിയിൽ കണ്ണനൂർ എന്നും പോർച്ചുഗീസ് കാനർ എന്നും വിശേഷിപ്പിക്കുന്നു. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വടക്കേ മലബാറിലെ ഏറ്റവും വലിയ നഗരമാണിത്. 1960-ൽ ക്രിസ്ത്യൻ മിഷണറിമാർ ആരംഭിച്ച ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വിപുലീകരണം പിന്നീട് സർക്കാരാണ് മുന്നോട്ട് കൊണ്ടുപോയത്. 18-ാം നൂറ്റാണ്ടിൽ ബോംബെക്കും കറാച്ചിക്കും ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ 3ാമത്തെ ഏറ്റവും വലിയ നഗരമായിരുന്നു ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.